റോഡിലൂടെ വെറുതെ തേരാപ്പാര നടക്കുമ്പോൾ പെട്ടെന്നൊരു എക്സിബിഷൻ പൊട്ടി മുളച്ചിട്ട് അവിടെ കണ്ടത്. ഇതെപ്പോൾ ഇവിടെ വന്നേന്ന് അറിയില്ല, എന്നാലും കയറിപ്പോയി നോക്കാമെന്ന് വിചാരിച്ച്. ആദ്യം തന്നെ എൻ്റെ കണ്ണിലൊടുക്കിയത് എൻ്റെ പ്രിയപ്പെട്ട കപ്പുകളാണ്. കപ്പുകൾ എന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ളോട്ടിലോട്ട് കയറി. പിന്നെ കുറേ ചട്ടിയെല്ലാം ഉണ്ടേനും. മീൻകറി വെക്കാൻ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് മതി പോട്ടെന്ന്. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറി. ആദ്യം തന്നെ കയറുമ്പോൾ ഇങ്ങനെ നിലത്ത് വിരിക്കുന്ന കുറേ മാറ്റാണ് കണ്ടത്. വീട് നല്ല തണുപ്പായതുകൊണ്ട് കുറേ ആൾക്കാർ ഇത് വാങ്ങുമായിരിക്കും. എന്നാലും നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിട്ടില്ല വിലയൊന്നും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ സാധാരണ ഒരു ഫെയറിൽ ഉണ്ടാകുന്ന പോലെ തന്നെ കുറേ ഡ്രസ്സുകളെല്ലാം അടുക്കി പൊറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് ഞാനൊരു ഡ്രസ്സ് വാങ്ങിയതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങാനൊന്നും നിന്നില്ല. പിന്നെ മുന്നിലുള്ളത് ഒരു ചെറിയ ജ്വല്ലറി പോലത്തെ സെറ്റപ്പായിരുന്നു. നല്ല നല്ല സാധനങ്ങളുണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പൈസയും അത്ര വലിയ പൈസയൊന്നുമില്ല, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു മോതിരവും ഒരു കൈക്കിടുന്ന ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ സാധനവും വാങ്ങി. പക്ഷെ അത് ഫോട്ടോ എടുത്തില്ല. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ സാധാരണ ഒരു ഫെയറിലുണ്ടാവുന്ന കാര്യങ്ങൾ തന്നെ. ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ ഒരു എക്സിബിഷനെല്ലാം കാണുമെന്ന് വെച്ചാൽ വലിയൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എല്ലാം നമ്മളെ കണ്ണൂർ തന്നെ ഈ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും എല്ലാം ആയിട്ട് ഇങ്ങനത്തെ എക്സിബിഷൻ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ വലിയ പുതുമയല്ലാണ്ടായി. എന്നാലും കാണാനൊരു രസം തന്നെ. പിന്നെ ഈ പരിപാടി കണ്ടേരം എനിക്ക് പെട്ടെന്ന് പാണ്ടിപ്പട ഓർമ്മ വന്നു. അതിലെ മറ്റേ അച്ചാർ ഫാക്ടറി അതിൽ കയറുന്ന പോലെ തോന്നി. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തരം അച്ചാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണം തോന്നിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അതെല്ലാം മതിയാക്കി പെട്ടെന്ന് പുറത്തോട്ട് വന്നു. ഇവിടെയാണെങ്കിൽ പുറത്ത് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് റൂമിൽ പോയി.